ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ വടക്കുനാഥ മുറ്റത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് രാവിലെ പുലർച്ചയ്ക്ക് പോയി തൊഴുതതിന്റെ ദൃശ്യങ്ങളാണ് കുറച്ചൊക്കെ. അത് രാവിലെ തന്നെ നേരത്തെ, ഇന്ന് ശിവരാത്രിയാണ്, എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കൂടി നേരത്തെ നേരുന്നു കേട്ടോ. കണ്ടോ, നമ്മുടെ വടക്കുനാഥന്റെ പുലർക്കാലത്ത് കാണുന്ന ദൃശ്യങ്ങളാണ്. 3 ശിവക്ഷേത്രങ്ങളിൽ പോയി, ഒന്ന് വടക്കുനാഥനില് കണ്ടോ, ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇവിടെ വടക്കുനാഥിൽ നിന്ന് നേരെ ഞങ്ങൾ അശോകേശ്വരത്ത് പോയി. കണ്ടോ, വടക്കുനാഥ മുറ്റത്ത് ഇങ്ങനെ നടക്കുന്നതാണ്. എന്ത് സന്തോഷം അല്ലേ നമുക്ക്. ഒരു എന്താ പറയാ, ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ അന്ന് അല്ലെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് പോയിട്ട് വന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് വന്നു. ഞങ്ങളൊരു 4:45 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഇതിപ്പോൾ അശോകേശ്വരം ക്ഷേത്രമാണ് കേട്ടോ. ശിവക്ഷേത്രം തന്നെ വടക്കേ സ്റ്റാൻഡിൽ, തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള അശോകേശ്വരം ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ തൊഴുതിറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി. അവിടെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു. നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടാണ് അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. നല്ലതല്ലേ. പിന്നെ നമുക്കിത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്, എനിക്കൊരു സന്തോഷമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങി. പിന്നെ ഇന്ന് വ്രതമാണല്ലോ. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അരിഭക്ഷണം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അതുപോലെ ഉറക്കൊന്നും ഉപേക്ഷിച്ചിട്ടില്ല, നോൺ കഴിക്കുന്നില്ല ഇന്നത്തെ ദിവസം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അശോകേശ്വരൻ ക്ഷേത്രത്തിൻ്റെ ഭംഗി കണ്ടോ. ഇപ്പം നല്ല നന്നായിട്ട് തന്നെ വർക്കൊക്കെ ചെയ്തു. അത് മാത്രമല്ല, അമ്പലം പുതുക്കി നല്ല രീതിയിലാക്കി, എന്താ വെച്ചാൽ പുനരുദ്ധാരണമൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വേഗം നടക്കൂ, നമുക്ക് പോവാണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളിനി തിരിച്ച് മിഥുനപ്പള്ളിയിലേക്കാണ്. മിഥുനപ്പിള്ളി നമ്മുടെ അതായത് കല്യാണിൻ്റെ ആ റൂട്ടിലാണ് നമുക്ക് ഈ മിഥുനപ്പിള്ളി എന്ന് പറയുന്ന ക്ഷേത്രം വരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ കിച്ചണിലെത്തി. നമ്മൾ പാലൊക്കെ തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് അതൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കോവയ്ക്കുപ്പേരി ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്കുപ്പേരിക്കുള്ളത് ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്കൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി തന്നെയാണ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നു ഞാൻ. വന്നിട്ട് നമുക്കതൊന്ന് ശരിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഓരോന്നോരോന്ന് എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു വട്ടത്തിലാക്കും, പിന്നെ വിചാരിച്ചു നീളനാക്കാന്ന്. ആദ്യം കൈ കൊണ്ട് ചെത്താന്ന് വിചാരിച്ചു. പിന്നെയാണ് അത് മനസ്സിലായത് മൂത്തതാ, ഭയങ്കര മൂപ്പുണ്ട്. അപ്പം ഇതാ പാല് തിളച്ചു. നമ്മുടെ ഐശ്വര്യയില്ലേ, ശിവരാത്രി ഐശ്വര്യായി. അപ്പം ഇന്ന് പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഞാൻ അതിൽ കുറച്ച് ചായലപ്പൊടിയിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എല്ലാവിടെയും ഒന്ന് പിടിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അത് തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ പഞ്ചസാര ഇട്ടു കേട്ടോ. ഇന്ന് പാൽ ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കും. അപ്പോൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതായത് ഞാൻ ഇതൊക്കെ എടുത്തോടെ നന്നായിട്ട് ആറ്റണം. ഈ പാൽ ചായക്ക് ആറ്റുമ്പോൾ ഒരു നല്ല സ്വാദാണ് കേട്ടോ. ഇത് പഠിപ്പിച്ചു തന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം ചേട്ടൻ, എനിക്ക് ആദ്യം ചായ ഒന്നും വെക്കാൻ അറിയണ്ടായിരുന്നില്ല. ചേട്ടനാണ് എന്നെ ചായ വയ്ക്കാൻ പഠിപ്പിച്ചത്. കാരണം എൻ്റെ ചായയൊക്കെ വാട്ടച്ചായ എന്ന് പറയും. അപ്പം ഇങ്ങനെ നല്ല കൊഴുകൊഴുത്ത നല്ലൊരു പാൽ ചായ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് ചേട്ടൻ തന്നെയാണ്. അതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നതും, ഒരു ഗ്ലാസ് പാലിന് എത്ര വെള്ളം എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഏട്ടനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പതപ്പിക്കണം പാൽ ചായ, ഇങ്ങനെ പതപ്പിക്കണം. അങ്ങനെ നമ്മുടെ 2 ഗ്ലാസ്സുകളിലേക്ക് അങ്ങ് പകർന്നു. കണ്ടോ എന്ത് രസമായിട്ടാണല്ലേ പാൽ ചായ. കണ്ട ഇങ്ങനെ പതെങ്ങനെ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു സ്വാദും ഭംഗിയും. നമുക്കതൊരു പ്രത്യേകതയായിരിക്കും കേട്ടോ. നല്ല രസമായിട്ടില്ലേ. ഞാൻ ഇപ്പോൾ ഈ പാലിറക്കിയ എൻ്റെ കൂട്ടത്തിൽ ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കായം പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ, പിന്നെ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി ചൂടാക്കിയിട്ടെടുക്കാം. നല്ലപോലെ ചൂടാക്കി, കറക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാനത് മാറ്റി വെച്ചിട്ട്, എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുകിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ നുറുക്കി വെച്ച് കോവയ്ക്ക നന്നായി ഉപ്പ് ഇട്ടിട്ട് വഴറ്റി മൂടി വെച്ചോളെ.
അപ്പം ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പ് കുറച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ ചെറുപയർ പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് കഴുകി നമ്മുടെ കുക്കർ ഒന്നുകൂടി ഒന്ന് കഴുകി അത് കഴിഞ്ഞ് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കായംപൊടിയും പരിപ്പൊക്കെ ചേർത്ത് നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് അതും കഴുകി വെച്ചു. അപ്പോൾ അതോടുകൂടി രണ്ടും കൂടി ഒന്നിച്ചാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. എന്നാലാണ് ഇത് അടി പിടിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് അടി പിടിക്കുക. പരിപ്പൊക്കെ വെന്തു പാകമായിട്ടോ. അപ്പോൾ ഇല്ല സോറി, പരിപ്പ് വെന്തില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനതെടുത്ത് കുക്കർ എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ വേഗം അരി ആ കുക്കർ ഇതാവണേക്കാളും ആ പരിപ്പ് വേണേനുള്ളിൽ നമുക്ക് അരി ഒന്ന് കഴുകി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാ. അരിയും കഴുകി ഞാൻ വലിയ കുക്കറിലേക്ക് ആക്കി അതിലേക്കുള്ള വെള്ളവും മാറ്റി വെച്ചു. അങ്ങനെ അരി പാത്രം വെച്ചു. അപ്പുറത്ത് വഴറ്റി ഏതാണ്ടൊക്കെ ആയി തുടങ്ങി, നമ്മുടെ കോവയ്ക്ക ഏതാണ്ടൊക്കെ ആയി തുടങ്ങി. അങ്ങനെ അത് ഇറക്കി വെച്ചു. നമ്മുടെ പരിപ്പ് വെന്ത പരിപ്പിലേക്ക് കുറച്ച് നല്ല പോലെ അതിലേക്ക് നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയാണ് കേട്ടോ ഇന്ന് ഞാൻ ചേർത്തിരിക്കുന്ന സാമ്പാറിലേക്ക്. അത് കഴിഞ്ഞു അതിലേക്ക് ഞാൻ ഈ പൊടികൾ, നമ്മൾ ഈ വറുത്ത് വെച്ച പൊടികളുണ്ടല്ലോ, കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, സാരില്ല. അതിലേക്ക് പിന്നെ കുറച്ച് പുളിവെള്ളവും ഒഴിച്ചു. അതിലേക്ക് കുറച്ച് തക്കാളി, ഒരു തക്കാളി ഞാൻ ചെത്തിയിട്ട് പച്ചമുളകും ചെത്തിയിട്ടിട്ട് പിന്നെ കുറച്ചും കൂടി ഇത് ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമാണ്. ആ വെള്ളം കൂടി കൊണ്ട് ഒഴിച്ച് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇളക്കി നല്ല ഇനിയും കുറച്ചും കൂടി വെള്ളം കൂടുതലായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് വേവണ്ടേ. എന്നിട്ട് ഒരു 3-4 വിസിലൊക്കെ ഇടും ഞാൻ. പുളിവെള്ളമൊക്കെ ഒഴിച്ചാലും കഷ്ണം നന്നായി വിടും. അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് കൊച്ചു വർത്താനം പറയാനായിട്ട് ചായ കുടിച്ച് കൊഞ്ചിരിക്കാനായിട്ട് വന്നു. എന്നാൽ ഈ കുറച്ച് സമയമാണ് രാവിലെ നമുക്ക് ചേട്ടൻ ഓഫീസിൽ പോണ കാരണേ, പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എനിക്ക് ഈ സമയത്തൊക്കെയാണ് ചേട്ടനെ എന്താ പറയുക, ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനും ചുണ്ടി പിടിപ്പിക്കാനൊന്നുമല്ല, കൊഞ്ചാനാണ് വന്നിരിക്കുന്നത്. അത്രയും ചേട്ടൻ റീൽസ് നോക്കാം. അപ്പോൾ അതങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്ക് നമ്മളുടെ സാമ്പാറൊക്കെ ഇതൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇത് നല്ല ഇത്തിരി നല്ലതെന്ന് വെച്ചാൽ വെട്ടിയങ്ങ് തിളയ്ക്കൊന്നും വേണ്ട. ഒരു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് തള വരണം. ആ തള വന്നതിന് ശേഷം മാത്രം നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇടണം നമുക്കതിലേക്ക്. അപ്പോൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അത് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണേ. അത് കഴിഞ്ഞ് കടുകിട്ടു, ഉലുവിട്ടു, വറ്റൽമുളകും വേപ്പിലും ഇട്ടു, കായംപൊടിയും ചേർത്തിട്ട് കൂട്ടാനിലേക്ക് അങ്ങ് ഒഴിച്ചങ്ങ് അതേ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് നമ്മുടെ പപ്പടം കാച്ചി അങ്ങ് എടുത്തു. ഓ എന്താ പിന്നെ എൻ്റെ ചേട്ടന്റെ പതിവ് സമ്മാനം അങ്ങനെ അതും സ്വീകരിച്ച ചേട്ടൻ ഹാപ്പി ശിവരാത്രി എന്നൊക്കെ പറയണേ കേട്ടോ. ചേട്ടൻ ഓഫീസിലേക്ക് അങ്ങ് പോവാണ്. അപ്പോഴാണ് അമ്പലത്തിലേക്ക് പോയി എൻ്റെ പ്രസാദം ഞാൻ കാറിൽ വെച്ചിട്ട് പോകുന്നത്. അതങ്ങോട്ട് തിരിച്ചു തരാൻ വേണ്ടി ചന്ദനം തൊടാൻ വേണ്ടി അവിടെ വെള്ളം പിടിക്കാൻ നിന്നതാ. അങ്ങനെ എൻ്റെ ചേട്ടൻ ഓഫീസിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ. അചിന്ത്യ പ്രസ ഫാമിലി സൈനിങ് ഓഫ്. ഇനി അടുത്ത വിശേഷമായി വൈകിട്ട് 4 മണിക്ക് കാണാം. ബൈ.